അത്യാവശ്യം ഒരു തോട്ടിയായിട്ട് ഞാൻ ഉണ്ടല്ലോ. തോട്ടിയാണ് തൊട്ടിയാണ്. ഫോട്ടോ എടുക്കല്ലോ, വീഡിയോ. ചക്കയുടെ ചൊള്ളക്കണ്ണക്കിന് ചൊക്കച്ചൊക്കുന്ന ഒരു കല്യാണി, ചൊക്കച്ചൊക്കുന്ന ഒരു കല്യാണി. ഞങ്ങൾ കാർഷിക വേട്ടക്കിറങ്ങാണ്. നീ കൈ വിട്ടിട്ട് മുഖം പത്തരുത് കേട്ടോ. രാവിലെ തന്നെ അമ്മമ്മ കറിക്ക് സെറ്റായിക്കൊണ്ടിരിക്കുന്ന ഈ ചക്കക്കുരും കൂടെ കഴിച്ചിട്ടാണ് നമ്മളുടെ കാർഷിക വേട്ട സ്റ്റാർട്ട് ചെയ്തത്. ചേട്ടൻ ഇത്രയും സ്റ്റൈലാക്കുന്നത് കാർഷിക വേട്ടയ്ക്ക് പോകാനാണ്. ഇതാണ് സച്ചപ്പൻ. ഇവന് എൻ്റെ വീട്ടിൽ വരാൻ ഒട്ടും ഇഷ്ടമല്ല. ഇവൻ്റെ ഗേൾ ഫ്രണ്ട്സൊക്കെ കളിയാക്കുന്നതാണ് ഇവൻ പറയുന്നത്. എന്തായാലും ഞാൻ മാക്സിമം ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പം ഞങ്ങളിത് ഇന്ന് ചക്കയും മാങ്ങ ഇതൊക്കെ പറിക്കാനുള്ള ആ ഒരു ഇതിലായിരുന്നു. നമുക്കിങ്ങനെ കൈ എത്തി പറിക്കാൻ പറ്റുന്ന ദൂരത്തിൽ മാങ്ങ, കയറി പറിക്കാൻ പറ്റുന്ന ദൂരത്തിൽ മാങ്ങ, അതൊക്കെ പറിച്ച് പിന്നെ ഇത് വൈകുന്നേരം ചക്ക ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള ചക്കയെല്ലാം പറിച്ച് നമ്മളങ്ങനെ മൊത്തത്തിലൊരു പ്രകൃതിയുമായിട്ട് ഇഴകിച്ചേർന്നിട്ടുള്ള ഒരു മോർണിംഗ് ആയിരുന്നു. എന്തായാലും മിസ്റ്റർ ജീവനേട്ടൻ ചക്കയൊക്കെ എടുത്തിട്ട് ആ വഴിക്ക് പോയിട്ടുണ്ട്. പിന്നെ നെക്സ്റ്റ് ഞങ്ങളുടെ ഡെസ്റ്റിനേഷൻ കൊക്കോ ആണ് കേട്ടോ. കുറേ കൊക്കോ പഴുത്തിട്ടുണ്ടായിരുന്നു. നിങ്ങൾ വീട്ടിലുണ്ടോ കൊക്കോ? നിങ്ങളത് എന്താണ് ഇങ്ങനെ അതിൻ്റെ കൊക്കോ പൗഡറൊക്കെ ഉണ്ടാക്കാറുണ്ടോ? ഇത് കമൻറ്റ് ചെയ്യട്ടോ. പിന്നെ ഞങ്ങളുടെ നെക്സ്റ്റ് പരിപാടി ഈ ചെറി ടൊമാറ്റോ പറിക്കലാണ് കേട്ടോ. ഇത് ആക്ച്വലി പിന്നെ നമുക്ക് ഈ സൂപ്പർ മാർക്കറ്റിൽ നിന്നൊക്കെ ഇപ്പം നന്നായിട്ട് അവൈലബിൾ ആണ്. പക്ഷെ നമ്മളെ വീട്ടിൽ തന്നെയുള്ള ഈ മരത്തിൽ നിന്ന് ഇങ്ങനെ പറിച്ചിട്ട് അത് കഴുകുക പോലും ചെയ്യാണ്ട് അതിങ്ങനെ ഇതേപോലെ ഷർട്ടിൽ അങ്ങ് ഉരച്ചിട്ട് കഴിക്കുമ്പോഴുള്ള ഒരു കഴിപ്പുണ്ടല്ലോ, അതിനൊരു പ്രത്യേക സുഖതരാണല്ലേ. അതൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ട് ഒടുക്കത്തെ പുളിയായിരുന്നു എന്തായാലും സാധനത്തിന് കേട്ടോ. പിന്നെ ഞങ്ങളുടെ ഡെസ്റ്റിനേഷൻ പപ്പായാണ്. പപ്പായത്ത് പറിക്കാൻ പറ്റുന്ന ഒരു തൊട്ടി ഉള്ളതുകൊണ്ട് തന്നെ ജിബ്രാട്ടൻ ആ പപ്പായ അങ്ങ് പറിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു. നല്ല പഴുത്ത പപ്പായ. ഞങ്ങൾ പിന്നെ അത് കട്ട് ചെയ്തിട്ട് അങ്ങോട്ട് പിന്നെ ഇത് ബഡ് ചക്ക പറിക്കാനുള്ള ഒരു പോക്കായിരുന്നു കേട്ടോ. പക്ഷെ അത് പഴുക്കാത്തതുകൊണ്ട് ഞങ്ങൾ പറിച്ചില്ല. പിന്നെ അത് പറിച്ചിട്ട് എന്തായാലും കഴിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഇതേ കുറച്ച് പാഷൻ ഫ്രൂട്ടും ഒക്കെ പറിച്ച് കഴിച്ച് അങ്ങനെ ഒരു അടിപൊളി കാർഷിക വേട്ടയായിരുന്നു. പിന്നെ ഇതേ വീടിൻ്റെ അടുത്ത കുട്ടികളൊക്കെ വന്ന് അവരൊക്കെ കൊക്കോ ഒക്കെ പറിച്ച് കഴിച്ച് എന്തായാലും ഒരു അടിപൊളി മോർണിംഗ്. അപ്പോൾ എന്തായാലും നെക്സ്റ്റ് വീഡിയോയിൽ നമുക്ക് കാണാം. ബൈ. പറിച്ചിട്ടോ സൂപ്പർ.